കാശ്മീരിലെ സോനമാർഗിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. മഞ്ഞ് പെയ്യുന്ന മലനിരകളിൽ അതിമനോഹരമായൊരു മലനിരയാണ് സോനമാർഗ്. നമ്മളോട് സോനമാർഗിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് നമ്മുടെ കാറിൻ്റെ ഡ്രൈവറാണ്. അദ്ദേഹം കാശ്മീരി ഭാഷ സംസാരിക്കുന്ന ആളാണ്. ഹിന്ദിയും വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യും. നമ്മളോട് ഹിന്ദിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കാശ്മീർ ട്രിപ്പിൻ്റെ 3ാമത്തെ ദിവസമാണെന്ന് രാവിലെ ഏകദേശം 8 മണിക്ക് തന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സോനമാർഗിലേക്ക് പോകുന്ന വഴിയിൽ ഭയങ്കര ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. അപ്പോൾ പല സ്ഥലങ്ങളിലും ഞങ്ങൾ കാറ് നിർത്തി പുറത്തിറങ്ങി കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി നിന്നു. അതാണ് നമ്മൾ വന്ന കാറ്. എന്നിട്ട് അധിക നേരം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം തണുത്ത കാറ്റിങ്ങനെ ഭയങ്കരമായിട്ട് വീശുന്നുണ്ട്. അപ്പോൾ തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങി. ദൂരെ കാണുന്ന മഞ്ഞുമലയിലേക്കാണ് നമ്മൾ പോകുന്നതെന്നാണ് നമ്മുടെ സാരഥി പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ച് കാറിലേക്ക് കയറാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം കൂടെ അവിടെ നിൽക്കണമെന്നുണ്ട്. പക്ഷേ നമ്മൾ ഇനിയും വഴിയിൽ ലേറ്റായി കഴിഞ്ഞാൽ സോൻമാർഗിൽ നമുക്ക് അത്രയും സമയം നഷ്ടമായിരിക്കും. ഇതിനേക്കാൾ ഭംഗിയുള്ള സ്ഥലമാണ് സോൻമാർഗ് എന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. സോൻമാർഗിലെ മെയിൻ വ്യൂ പോയിന്റിലേക്ക് നമ്മുടെ വാഹനങ്ങളൊന്നും കടത്തി വിടത്തില്ല. അപ്പോൾ ഒന്നുകിൽ നമുക്ക് നടന്നു പോകാം, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകാം. നമ്മളിപ്പോൾ കുതിരപ്പുറത്ത് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. കുതിരയ്ക്കൊക്കെ നല്ല റെൻ്റാണ്. അപ്പോൾ ഞങ്ങൾ 5 കുതിരയെ റെൻറ്റിന് എടുക്കാനാണ് പ്ലാൻ. കുതിരയുടെ ഉടമസ്ഥരോട് സംസാരിച്ച് അതിൻ്റെ റെൻ്റൊക്കെ പറഞ്ഞുറപ്പിച്ചിട്ട് 5 കുതിരകളെ ഞങ്ങൾ റെൻറ്റിന് എടുത്തിട്ടുണ്ട്. മെയിൻ വ്യൂ പോയിന്റിലേക്ക് പോയിട്ട് തിരിച്ചിവിടെ എത്തുമ്പോഴാണ് നമ്മളിവർക്ക് റെൻറ്റ് കൊടുക്കേണ്ടത്. ഇനി അങ്ങോട്ടൊരു 3 മണിക്കൂർ നമ്മളീ കുതിരപ്പുറത്തായിരിക്കും. ഒരു കയ്യിൽ കുതിരപ്പുറത്ത് മുറുകെ പിടിച്ചിട്ടുണ്ട്, മറ്റേ കയ്യിൽ ക്യാമറയും വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ്. അതിസാഹസികമായ യാത്രയാണ്. ഇതിനു മുന്നേ കുതിരപ്പുറത്ത് കയറി വലിയ പരിചയമില്ല. ജസ്റ്റ് കയറിയിട്ടുണ്ടെങ്കിലും കൂടുതൽ ദൂരം യാത്ര ചെയ്തുള്ള പരിചയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക്കാണ്. നമ്മളോട് വീഴാതെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഗൈഡ്സ് ആയിട്ട് കൂടെ വരുന്ന ഈ പിള്ളേർ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ വീഡിയോ എടുക്കാനുള്ള ആവേശത്തിൽ ഒരു കൈ പിടിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കുതിര നടക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ ഷേക്ക് ആവുന്നുണ്ട്. ഇത്രയും ഭംഗിയുള്ളൊരു വ്യൂ കണ്ടിട്ട് വീഡിയോ എടുക്കാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ റിസ്ക് എടുത്തിട്ട് വീഡിയോ എടുക്കുന്നത്. ഒരുപാട് ഹിന്ദി സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള ലൊക്കേഷനാണിത്. നമ്മൾ തന്നെ പല പാട്ടുകളിലും ഈ ലൊക്കേഷൻസ് കണ്ടിട്ടുണ്ട്. ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഭയങ്കര മനോഹരമായ സ്ഥലങ്ങളാണ്. ഇപ്പോൾ മഞ്ഞുകാലം ആകുമ്പോൾ ഇവിടുത്തെ മെയിൻ സീസൺ ആകുമ്പോൾ ഈ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ ഈ വഴികൾ ഫുള്ള് മഞ്ഞുകൊണ്ട് മൂടും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ പച്ച നിറത്തിലുള്ള പുല്ലും ഒന്നും കാണാൻ പറ്റത്തില്ല, മൊത്തം മഞ്ഞായിരിക്കും. ഇപ്പോൾ മഞ്ഞിൻ്റെ സീസണല്ല. കാശ്മീരിലെ ഓരോ സീസണിലും അതിൻ്റേതായ ഭംഗിയുണ്ട് ഈ പ്രദേശങ്ങൾക്ക്. ഈ അരുവിയിൽ കൂടി ഒഴുകി വരുന്നത് മഞ്ഞുരുകിയിട്ട് വരുന്ന തണുത്ത വെള്ളമാണ്. ഭയങ്കര തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ നമ്മുടെ പോകുന്ന വഴിയിൽ ഇതുപോലത്തെ 1-2 അരുവികളുണ്ട്. 2-3 അരുവികളുണ്ട്. അപ്പോൾ ഇതിലെല്ലാം കുതിര ക്രോസ് ചെയ്ത് ഇറങ്ങിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ചിലത് കുറച്ച് ആഴമുള്ളതുണ്ട്, ചിലതിന് തീരെ ആഴമില്ല. ഇവിടുത്തെ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ആകാശം. പൊല്യൂഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പൊടിപടലങ്ങളോ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഭയങ്കര മനോഹരമായ കാലാവസ്ഥ. ആ ദൂരെ മഞ്ഞ വെള്ള നിറത്തിൽ കാണുന്ന ചെറിയ കെട്ടിടം, അതാണ് നമ്മുടെ ബേസ് ക്യാമ്പ്. അത് ടെൻ്റാണ്. ആക്ച്വലി 3-4 കടകൾ ചേർന്ന ടെൻ്റാണ്. അവിടെ നിന്ന് നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം. ഇപ്പം നമ്മൾ ആ ടെൻറ്റിലെത്തി കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ചെറുതായിട്ട് ലൈറ്റ് ഫുഡ്സ് അവൈലബിൾ ആണ്. മാഗി ഉണ്ട്, കോഫി, ടീ, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. കോഫിക്കും ടീക്കും ഒക്കെ അത്യാവശ്യം നല്ല റേറ്റാണ്. ഏകദേശം 70 രൂപ 60 രൂപ റേഞ്ചിലൊക്കെയാണ് കോഫിയുടെ റേറ്റ്. നമ്മുടെ നാട്ടിലെ തട്ടുകടയിൽ നിന്നൊക്കെ 10 രൂപയ്ക്ക് കിട്ടുന്ന പേപ്പർ കപ്പിൽ ആണ് ഈ കോഫി തരുന്നത്. അതിനാണ് 70 രൂപ 60 രൂപയ്ക്ക് നമ്മളിന്ന് വാങ്ങിക്കുന്നത്. ഇവിടുത്തെ തണുപ്പ് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ചൂടുള്ള എന്തെങ്കിലും കഴിക്കാനൊരു താല്പര്യം തോന്നും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും വാങ്ങി കഴിക്കും. അതാണ് അവരുടെ ബിസിനസ്. ബേസ് ക്യാമ്പിൽ നിന്നിട്ട് നോക്കുമ്പോൾ നേരെ കാണുന്ന ആ സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെ സൂം ചെയ്ത് നോക്കുമ്പോൾ കാണാം ആളുകളും കുതിരകളും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പുറത്തെ മലയിൽ നിറയെ മഞ്ഞുണ്ട്. പക്ഷെ നമുക്ക് പോകാനുള്ള മലയിൽ മഞ്ഞ് കാണുന്നില്ല. നമ്മളോട് ഈ സമയം വരെയും ഗൈഡ് ആയിട്ട് കൂടെ വന്നിരിക്കുന്ന അവർ പറഞ്ഞിരിക്കുന്നത് അവിടെ മഞ്ഞുണ്ട് എന്നാണ്.
നേരത്തെ മുകളിലേക്ക് പോയിരുന്ന ആളുകളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. നമ്മൾ അവരോട് എക്സ്പീരിയൻസ് ചോദിച്ചു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ എല്ലാം ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഇവരൊക്കെ പറയുന്നത് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും എന്നുള്ള കാര്യം അറിയില്ല. മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുവാണ്. ആ ടോപ്പിൽ കാണുന്ന അത്രയും മഞ്ഞാണ്. ക്യാമറയിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട്, പക്ഷേ ഭയങ്കരമായ അടിപൊളി വ്യൂ ആണ്. നമ്മൾ കുതിരയുടെ പുറത്താണ് പറയുന്നത്. മറ്റൊരു വ്ളോഗർ ഭയങ്കരമായിട്ട് വ്ളോഗ് ചെയ്യുന്ന വീഡിയോ ആണ് കാണുന്നത്. ബേസ് ക്യാമ്പിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിനിയിപ്പോൾ കുതിരപ്പുറത്ത് കയറിയിട്ട് ആ കാണുന്ന മലനിരകളിലേക്ക് പോവുകയാണ്. കുതിരകളെയെല്ലാം അവർ അവിടെ സൈഡിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടുണ്ട്. നമ്മുടെ കുതിരകൾ മഞ്ഞുണ്ടെന്ന് പറയുന്ന ആ മലനിരകളുടെ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി ഷൂട്ട് ചെയ്യും. നമുക്ക് ആ കാണുന്ന മലനിരയിലേക്കാണ് പോകേണ്ടത്. അത് മഞ്ഞാണ് എന്നാണ് ഇവർ പറയുന്നത്. അവിടെ സ്കേറ്റിംഗ് നടത്താൻ പറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷേ മഞ്ഞ് ഫ്രഷ് മഞ്ഞല്ല, കുറേ ദിവസങ്ങളായിട്ട് വീണ് പൊടി പിടിച്ച് ചെളി പിടിച്ച് കിടക്കുന്ന മഞ്ഞാണ്. അപ്പോൾ അതാണ് നമ്മുടെ ബേസ് ക്യാമ്പ്. നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വരെ ഇത്രയും വന്നിട്ട് ഇങ്ങനെ ഫ്രഷ് അല്ലാത്തൊരു മഞ്ഞ് കാണേണ്ടി വന്നതിൽ നിരാശയുണ്ട്. പക്ഷേ എന്നാലും ആദ്യമായിട്ട് മഞ്ഞ് കട്ടകൾ ഇത്രയും അടുത്ത് കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കുറേ ആളുകൾ താഴെ കുതിരപ്പുറത്ത് വന്നിട്ട് മുകളിലേക്ക് കയറി വന്നിട്ടില്ല. കാരണം അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു മലനിരയാണിത് കയറാനായിട്ട്. നല്ല എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുകളിൽ എത്താൻ പറ്റുള്ളൂ. പകുതി ആളുകളും കുറച്ച് ദൂരം കയറി കഴിയുമ്പോഴേക്കും ക്ഷീണിച്ചിട്ട് ഇനി കയറുന്നില്ല എന്ന് പറഞ്ഞ് മാറുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് മുകളിൽ വന്നിട്ടുണ്ട്. മഞ്ഞിൽ സ്കേറ്റിംഗ് ചെയ്യാമെന്നൊക്കെ ഭയങ്കര പ്രതീക്ഷയോടുകൂടി വന്നതാണ്. ഇവിടെ സ്കേറ്റിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ അത് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള സ്കേറ്റിംഗ് ആണ്. അവർ തടി വെച്ചുണ്ടാക്കിയ എന്തോ ഒരു സാധനത്തിൽ ഒരാളിനെ ഇരുത്തിയത്, ഇതിനകത്ത് ഒരാളിനെ ഇരുത്തിയിട്ട് പുറകിൽ വേറൊരു അവിടുത്തെ തന്നെ ഒരാളിരുന്നിട്ട് ഇത് തള്ളി കാലുകൊണ്ട് ചവിട്ടി നീക്കി നിരക്കി ഇറക്കുന്ന സെറ്റപ്പാണ്. ഇതിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ഈ മലയുടെ മുകളിൽ നിന്ന് താഴെ എത്തും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കേറ്റിങ്ങിനൊന്നും കയറിയിട്ടില്ല. സ്കേറ്റിംഗ് നടക്കുന്ന സ്ഥലം അതാണ്. സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഈ തടി കൊണ്ടുണ്ടാക്കിയ ഈ സാധനത്തിൽ ഫ്രണ്ടിലൊരാളിരിക്കുന്നു, പുറകിലൊരാളിരിക്കുന്നു, കാലുകൊണ്ട് ചവിട്ടി നിരക്കുവാണ്. ഒന്ന് സ്ലിപ്പായാൽ പിന്നെ വേറെ ബാക്കിയൊന്നും ഉണ്ടാവില്ല, നേരെ പോവുകയാണ്. കുറേ പേര് ഇത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെളിയുള്ള മഞ്ഞ് കട്ട മഞ്ഞൊക്കെ ആയതുകൊണ്ട് ആ പാറയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അത് മഞ്ഞാണ്. അപ്പോൾ എല്ലാവർക്കും താല്പര്യത്തോടുകൂടി കുറേ പേര് മുകളിൽ കയറിയിട്ട് ചെയ്യുന്നുണ്ട്. നല്ല റേറ്റായിരിക്കും. ഞങ്ങളെന്തായാലും സ്കേറ്റിംഗ് ചെയ്യാനായിട്ട് പോയില്ല. സ്കേറ്റിങ്ങിൻ്റെ അത് വഴിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇനി മിക്കവാറും ഡ്രൈവർ ഇറങ്ങി വണ്ടി തള്ളേണ്ടി വരും. ആ അവസ്ഥയാണ്. ടൂറിസത്തിൻ്റെ ചെറിയ സാധ്യത പോലും ഉപയോഗിച്ചിട്ട് മാക്സിമം പൈസ ഉണ്ടാക്കുക, അതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. വീണിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, റിസ്കി സിറ്റുവേഷനാണ്. അവിടെ നിന്ന് ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ അറിയില്ല. നമ്മൾ ഉറപ്പായിട്ട് താഴെ പോകും. അവിടെ ഉള്ളവർക്ക് അവർ സ്ഥിരം ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അതുകൊണ്ട് റിസ്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കയറാതിരുന്നത്. പക്ഷെ ബാക്കി എല്ലാം കൊണ്ടും അതിമനോഹരമായ ഒരു വ്യൂ ആണ്. ഏത് ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാലും 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ചെയ്താലും ചുറ്റും മഞ്ഞുമലകളാണ്. ഇവിടെ കാണുന്ന അത്രയും മഞ്ഞുമലകളാണ്. സോനമാർഗ് എന്ന് പറയുന്നത് വെറുതെ ആയില്ല. ഉറപ്പായിട്ടും സ്വർണത്തിൻ്റെ കളർ ആയിരിക്കാം അവരുദ്ദേശിച്ചത്. അങ്ങനെ ആയിരിക്കും ആ സ്ഥലത്തിന് പേര് കിട്ടിയത്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ലൈഫിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു വ്യൂ ഒന്നും കണ്ടിട്ടില്ല. കേരളത്തിൽ എന്തായാലും ഇത്രയും സൗന്ദര്യമുള്ള സ്ഥലങ്ങളൊന്നുമില്ല.
സമയം ഇപ്പം തന്നെ ഏകദേശം 3 മണിയോട് അടുത്തായി. അപ്പോൾ ഇനി ഞങ്ങൾ ഇറങ്ങുവാണ് ഇവിടെ നിന്ന്. ഫുഡൊക്കെ കഴിക്കണം. അതുകൊണ്ട് അധികം നേരം ഇനി സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കുതിരപ്പുറത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടി കയറാനുള്ള കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെന്നെങ്കിൽ തറ വീണേനെ. താഴെ പാറയാണ്. വളരെ കഷ്ടപ്പെട്ട് കയറിയിട്ടുണ്ട്. എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ്, കഷ്ടപ്പെട്ട് തന്നെയാണ് കയറുന്നത്. നമുക്ക് മുൻപരിചയമില്ലാത്തതാണ് പ്രശ്നം. ഞാൻ വളരെ സേഫായിട്ട് കയറി സ്ഥലം പിടിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെയും കൂടി സേഫായിട്ട് കയറ്റി കുതിരപ്പുറത്ത് ഇരുത്തിയതിന് ശേഷം ഒരുമിച്ച് മാത്രമേ യാത്ര തുടങ്ങത്തുള്ളൂ. ആ 5 കുതിരകളും അവരൊരു ഗ്യാങ്ങാണ്, ഒരുമിച്ചേ പോകത്തുള്ളൂ. ഒരാൾ പോകുന്നതിൻ്റെ തൊട്ട് പിറകിലായിട്ട് അടുത്ത കുതിരകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് അവരുടെ രീതി. സോൻമാർഗിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഞങ്ങളിനി തിരിച്ചു പോവുകയാണ്. സ്വർഗ്ഗതുല്യമായ സ്ഥലമാണത്. ഒരുപക്ഷെ നമ്മൾ സോൻമാർഗ് സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അത് ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നായേനെ. അത്രമാത്രം സൗന്ദര്യമുണ്ട്. ആരെങ്കിലും കാശ്മീർ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സോൻമാർഗ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഞങ്ങൾ യാത്ര ചെയ്ത കുതിരകളെല്ലാം അനുസരണയുള്ള പെരുമാറ്റമായിരുന്നു. റാണി, സുന്ദർലാൽ, രാജ, ഭദ്ര ഇതൊക്കെയായിരുന്നു അവരുടെ പേര്. വഴിയിൽ അരുവികളിലെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നിന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു അവർ. ഇതെൻ്റെ കുതിര സുന്ദർലാൽ. എനിക്ക് ഈസിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയ അവനെ. അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന കയർ പിടിച്ച് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്താൽ അതിനനുസരിച്ചിട്ട് അവനും ചേഞ്ച് ചെയ്യും ഡയറക്ഷൻ. ടെൻഷനില്ലാതെ കുതിരകളുടെ പുറത്ത് യാത്ര ചെയ്യാൻ പറ്റിയാലേ നമുക്ക് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില സിറ്റുവേഷനിൽ ചെറുതായിട്ട് ഓടി എന്നെ ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ട് സുന്ദർലാൽ. കുതിരപ്പുറത്തുള്ള നമ്മുടെ യാത്ര ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്കാണ്. വഴിയിൽ യാക്കെന്ന് പറഞ്ഞ ജീവിയെ കണ്ടു. ഇത് യാക്കാണ് കേട്ടോ, അതേ ഇരിക്കുന്നത്. ഞങ്ങളിത് തിരികെ കാറ് കിടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സോനമാർഗിൽ വെച്ചിട്ട് ക്യാമറയിൽ പകർത്തിയ കുറച്ച് സ്റ്റിൽസും കൂടി ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായ ദൃശ്യങ്ങളാണ് പലതും. ലൈഫിൽ എപ്പോഴെങ്കിലും കാശ്മീർ പോകാൻ അവസരം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് സോനമാർഗിൽ പോകണം. പോയില്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും.